മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരര് അതിനെ ആസൂത്രണം ചെയ്ത പാക് ഭീകരരുടെ കരണക്കുറ്റിക്ക് അടിക്കുന്നത് പോലെയുള്ളൊരു യാത്ര നമ്മുടെ കേരളത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഡോക്ടർ രാമാനന്ദിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യാത്രക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. 26 ബുള്ളറ്റുകളിൽ 48 യുവാക്കളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് കശ്മീരിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഭീകരർ നമ്മുടെ രാജ്യത്ത് ഒരു ലഹളയുണ്ടാക്കാൻ, ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ പോലും ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള ആ ഭീകരാക്രമണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കശ്മീരിലേക്ക് ഞങ്ങൾ ഇനിയും യാത്രകൾ തിരിക്കും, ഇനിയും ഒരുപാട് യാത്രകൾ നടത്തും, അവിടേക്ക് ഇനിയും സഞ്ചാരികൾ എത്തണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ധീര യുവാക്കൾ യാത്ര തിരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അവരും ആ യാത്രയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വളരെ അവിചാരിതമായി നമ്മൾ ഇന്നൊരു യാത്രയുടെ ഭാഗമാകാണ്. കേരളം മുതൽ കാശ്മീർ വരെ ഡോക്ടർ ആർ രാമാനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യുവാക്കൾക്കൊപ്പം ഒരു ബുള്ളറ്റ് റൈഡ്. ചലോ LOC. ഞാനും നീയും രണ്ടല്ല ഒന്നാണെന്ന അദ്വൈത സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ച ശ്രീശങ്കരാചാര്യരുടെ കാലടിയിൽ നിന്നും അദ്ദേഹം കാൽനടയായി നടന്നെത്തിയ കാശ്മീരിലെ ശാരദ വരെ ഭീകരവാദികളുടെ ബുള്ളറ്റുകളെ ഭയപ്പെടാൻ ഇന്ത്യയിലെ യുവത്വം തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26ഓളം ഭാരതീയരുടെ സ്മരണയ്ക്ക് 26ഓളം ബുള്ളറ്റുകളിൽ 48ഓളം യുവാക്കൾ ബുള്ളറ്റ്സ് അഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്ന ഹാഷ്ടാഗോടുകൂടി ഒരു യാത്ര. DIG വിമലാദിത്യ IPS ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടിയുടെ തുടക്കത്തിൽ നമ്മുടെ ഗായത്രി ചേച്ചിയും രചന നാരായണൻകുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴി വീഡിയോ കോളിലൂടെ ആശംസകൾ അറിയിച്ച് നമ്മുടെ ലാലേട്ടനും, പിന്നെ പാലക്കാട് നമ്മളെ സ്വീകരിക്കാൻ എത്തിയ കൃഷ്ണകുമാർ ഏട്ടനും പ്രശാന്ത് ഏട്ടനും കുറച്ചു ദൂരം നമ്മളോടൊപ്പം യാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ കേരള ബോർഡർ കടന്ന് നമ്മൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ ശൃംഗേരി ആശ്രമത്തിൽ ഫുഡും സ്റ്റേയും എല്ലാം റെഡിയാക്കി നമ്മൾ 1ാം ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചു. ഇവർക്ക് ഇനിയും ഈ യാത്ര 11 ദിവസങ്ങളോളം തുടരണം. ദുബായിൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരത്തെ വിളിച്ചു വരുത്തി മലയാളി കൂട്ടായ്മ എന്ന പേരിൽ ആദരിച്ച ഭാരതത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരു കൂട്ടം പ്രവാസികൾക്ക് മുൻപിൽ കേരളത്തിലെ യുവാക്കൾ ദേശീയതയ്ക്കൊപ്പം തന്നെയാണെന്ന് ഇവർ ഉറക്കെ പറയുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ധീരമായ തീരുമാനമാണ് ഡോക്ടർ രാമാനന്ദ് എടുത്തിട്ടുള്ളത്. അതായത് ഏപ്രിൽ 22 നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മുടെ ഭാരതം അന്ന് ഉറങ്ങിയിട്ടില്ല. അന്ന് രാത്രിയില് ഈ ഡോക്ടർ രാമാനന്ദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തി. ആ പോസ്റ്റ് അന്ന് ശ്രീജിത്ത് പണിക്കർ ഷെയർ ചെയ്ത് ഞാനും അതന്ന് വായിച്ചതായിരുന്നു. അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് വെക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു ഭാഗം, പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെയുള്ള ദിവസത്ത് ഈ ഡോക്ടർ രാമാനന്ദ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ന് ഈ ബുള്ളറ്റ് യാത്രക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 100 യുവാക്കൾ തയ്യാറുണ്ടോ? ആദിശങ്കരന്റെ കാലടിയിൽ നിന്ന് ബുള്ളറ്റ് ബൈക്ക് എടുത്ത് ലൈൻ ഓഫ് കൺട്രോളിലുള്ള ശാരദ വരെ പോകാൻ നിങ്ങളുടെ മുന്നിൽ ഓടുന്ന ബൈക്കിൽ ഞാനുണ്ടാകും. ഒരൊറ്റ ചോദ്യം, എത്ര പേർ തയ്യാർ? ഫേസ്ബുക്കിലെ വിരൽ വ്യായാമം നിർത്തി രാഷ്ട്രത്തിനായി വല്ലതും കരളുറപ്പോടെ ചെയ്യാം. ബുള്ളറ്റുകൾ ചീറിപ്പായുന്ന അതിർത്തിയിലേക്ക് 100 ബുള്ളറ്റ് ബൈക്കിൽ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ ധീരരായി ശാരദ സന്ദർശിക്കാം. ചങ്കുറപ്പുള്ളവർ പ്രതികരിക്കുക. 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കാം. അധികാരികളോട് അനുമതി മേടിക്കാം. തിരിച്ചു വരുമെന്ന് ഉറപ്പ് ഒരാളോടും കൊടുക്കാതിരുന്നാൽ മാത്രം മതി. കമന്റിൽ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെയുള്ള മണിക്കൂറുകളിലാണ് ഡോക്ടർ രാമാനന്ദ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പിന്നീട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചു. അതിനൊക്കെ ശേഷം അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തി, അവർ ആ യാത്ര തുടരുക. ഈ യാത്രക്ക് തൊട്ടു മുമ്പും അവരൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടർ രാമാനന്ദ്. ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
ഒന്നും അറിയാതെ അവധിക്കാലം ആഘോഷിക്കാൻ പോയതായിരുന്നു അവർ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് ആവർത്തിച്ച് കേട്ട ഇടത്തേക്ക് അവരിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു, വൃദ്ധരുണ്ടായിരുന്നു, മധുവിധു നുകരാൻ വന്ന നവമിഥുനങ്ങൾ ഉണ്ടായിരുന്നു. സന്തോഷം നിറഞ്ഞിരുന്ന ആ നിമിഷങ്ങൾ തകരാൻ ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. മനുഷ്യരൂപം പൂണ്ട പിശാചുക്കൾ നിർദാക്ഷിണ്യം മതം തിരഞ്ഞു വെടിയുതിർത്തു കൊന്നു കളഞ്ഞു അവരെ. 26 ജീവനുകൾ എന്തിനു വേണ്ടി പൊലിഞ്ഞു? ആ രാത്രി ഭാരതം ഉറങ്ങിയില്ല. അന്ന് രാത്രി എടുത്ത തീരുമാനമാണ്, ബുള്ളറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരാളെയും നിശബ്ദരാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ ബുള്ളറ്റുകളുമായി ഞങ്ങൾ ധീരമായി തന്നെ കശ്മീരിലേക്ക് സഞ്ചരിക്കുമെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി തുടങ്ങിയ ചലോ LOC എന്നൊരു സംഘടനയായി അന്ന് മുതൽ ഇന്ന് വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ആരോടും ഒരു രൂപ വേണമെന്ന് പറഞ്ഞില്ല. സാമ്പത്തിക ബാധ്യതകൾ ഉള്ളവർ, വിദ്യാർത്ഥികൾ, കർഷകർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, വ്യക്തികൾ എല്ലാവരും ഒരേ മനസ്സോടെ ഭാരതത്തിന് വേണ്ടി ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. ഇവരിൽ ഓരോരുത്തരിലുമാണ് ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷ. 15 ദിവസം വീട്ടിൽ നിന്ന്, ജോലിയിൽ നിന്ന് മാറി നിന്ന്, കയ്യിൽ നിന്ന് വലിയ തുക ചെലവഴിച്ച് തീർത്തും അപകടം നിറഞ്ഞ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ ഇവരോരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നത് എന്താണ്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. മനസ്സിൽ നിത്യം മുഴങ്ങുന്ന ദേശസ്നേഹം എന്ന മന്ത്രം, മാനവികതയോടുള്ള കടപ്പാട് എന്ന മൂല്യം. പ്രിയരെ, ഞങ്ങൾ ജൂൺ 1-ാം തീയതി കാലടി ശൃംഗേരി മഠത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഈ യാത്രയിൽ ഉടനീളം നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർമ്മിക്കണേ എന്ന് ഓരോരുത്തരോടും പ്രാർത്ഥിക്കുന്നു. ഇത് യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഡോക്ടർ രാമാനന്ദ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ. അവർ യാത്ര തുടങ്ങി. ഈ ഒരു യാത്ര ഇത് ഭീകരരുടെ കരണക്കുറ്റിക്ക് തന്നെ കിട്ടുന്നൊരു അടി തന്നെയായിരിക്കും. ഇത് ഭീകരരുടെയും മുന്നിലേക്ക്, അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്ക് എത്തുമെന്നുള്ളതിലും ഒരു തർക്കം വേണ്ട. നമുക്കറിയാം, UAE-യിൽ ഒരു പറ്റം മലയാളി സംഘം ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ച പ്രോഗ്രാമിന് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ, നമ്മൾ ചാനലുകളിലൂടെ നിരന്ന് ഇരുന്നു കൊണ്ട് നമ്മൾ പ്രതികരിച്ചു. ഷാഹിദ് അഫ്രീദി മറുപടിയായിട്ട് രംഗത്തെത്തി. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഭീകരാക്രമണം നടത്തിയ, ആ ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്ത അവരുടെ ലക്ഷ്യമൊക്കെ ഈ ഭാരതത്തിൽ നടക്കില്ല എന്നുള്ളൊരു സന്ദേശം ഈ യാത്ര അവരുടെ മുന്നിലേക്കുമെത്തും. അവർക്ക് കിട്ടുന്നൊരു വലിയ അടി തന്നെയാ. കേരളത്തിൽ ദേശവിരുദ്ധരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, രാജ്യസ്നേഹമുള്ള ആളുകളുണ്ട് എന്ന് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു വലിയ ദൗത്യം കൂടെ ഈ 48 യുവാക്കളും നടത്തുന്നുണ്ട് എന്നുള്ളതും കേരളത്തിലെ ഓരോ ആളുകളും തിരിച്ചറിയണം. ഇത് വളരെ വലിയ രീതിയിൽ തന്നെയുള്ളൊരു തിരിച്ചറിയാണ്. ഭീകരർക്കെതിരെയുള്ള സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ കശ്മീർ സമാധാനത്തിൻ്റെതാണ്, സുന്ദരമാണ്. അത് ആസ്വദിക്കാൻ ഇനിയും ആളുകൾ നിരന്തരം അവിടേക്ക് എത്തണമെന്നുള്ള സന്ദേശവുമായിട്ടാണ് ഈ ബുള്ളറ്റ് യാത്ര നടത്തുന്നത്. ഈ രാജ്യത്തോട് കാണിക്കുന്ന ഈ കൂറ് നമ്മുടെ കേരളത്തിലെ സകല യുവാക്കളും കണ്ടു പഠിക്കണം.